നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ വിവാദത്തിലായതോടെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റാൻ തീരുമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ അടിയന്തരമായി നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണറെയും സ്ഥലം മാറ്റും. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വൈകിയതിന് പിന്നിൽ പോലീസ് എന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ നടപടിയിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാനാണ് നിർദ്ദേശം. ഉയർന്ന പരാതികളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് വീഴ്ചയിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചിരുന്നു. പൂരത്തിന്റെ ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്കെത്തുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ആരോപിച്ചു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. മനഃപൂർവ്വം ഇപ്പൊ കമ്മീഷണർ മാത്രമായി കുറ്റക്കാരൻ, സർക്കാരാണ് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിണറായി സർക്കാർ 2 മന്ത്രിമാർ ആ സ്പോട്ടിലുണ്ട് അവിടെ. എന്നിട്ടും ഈ കമ്മീഷണറാണോ ഈ 2 മന്ത്രിമാർക്കും മീതെയുള്ള ആളുകൾ? സിറ്റി പോലീസ് കമ്മീഷണർ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നായിരുന്നു BJPയുടെ വിമർശനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ആവേശം അവസാന ലാപ്പിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group India UAE. MGM Group of Institutions. പത്തനംതിട്ടയിൽ 6 വർഷം മുൻപ് മരിച്ച വയോധികയുടെ പേരിൽ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. ബൂത്ത് ലെവൽ ഓഫീസർക്കും കോൺഗ്രസ് വാർഡ് മെമ്പർക്കും എതിരെയാണ് കേസ്. സംഭവത്തിൽ പോളിംഗ് ഓഫീസർ അടക്കം 3 പേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ആറന്മുള നിയോജകമണ്ഡലത്തിലെ മെഴുവേലി കാരിത്തോട്ടയിലാണ് 6 വർഷം മുൻപ് മരിച്ച വയോധികയുടെ പേരിൽ മരുമകൾ വോട്ട് ചെയ്തത്. ബൂത്ത് ലെവൽ ഓഫീസർ അമ്പിളി, മെഴുവേലി പഞ്ചായത്തിലെ കോൺഗ്രസ് വാർഡ് മെമ്പർ ശുഭാനന്ദൻ എന്നിവർ ചേർന്നാണ് കള്ളവോട്ടിന് ഗൂഢാലോചന നടത്തിയതെന്ന് LDF പരാതി നൽകി. 24 വാർത്തയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചു. വീഴ്ച സംഭവിച്ചതായി BLO മൊഴി നൽകി. പക്ഷെങ്കിൽ സീരിയൽ നമ്പർ എഴുതിയത് എനിക്ക് തെറ്റിപ്പോയതാ. ഒരു വീട്ടിലെ അമ്മായിയമ്മയുടെയും മരുമോടെയും പേര് അന്നമ്മയെന്നായിരുന്നു. 12 പൂരിപ്പിച്ചപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവ. ഗുരുതരമായ വീഴ്ചയാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയതോടെ 3 പേർക്ക് സസ്പെൻഷൻ. രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥർ അത് ചെയ്തില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പിന്നാലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. പഞ്ചായത്ത് അംഗം ശുഭാനന്ദൻ, BLO അമ്പിളി എന്നിവർക്കെതിരെയാണ് ഇലവുംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. S ശ്യാംകുമാർ, 24 കൊച്ചി. ക്രമക്കേടിൽ നടപടിയുണ്ടായ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ മരിച്ചവർക്ക് പകരം ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ബൂത്ത് ലെവൽ ഓഫീസർക്ക് സസ്പെൻഷൻ. കാസർഗോഡ് വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ 51 നമ്പർ ബൂത്തിലെ ഓഫീസർ സീന തോമസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. അരുൺ പാറയ്ക്കൽ നൽകും കാസർഗോഡ് നിന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അരുൺ, അപ്പോൾ ക്രമക്കേടുണ്ടായി, അതിൽ ഈ BLOയ്ക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ നടപടി? കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ മരിച്ചവർക്ക് പകരം വോട്ടർ പട്ടികയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരെ ഒഴിവാക്കിയെന്നായിരുന്നു ഉയർന്നു വന്ന പരാതി. ബൂത്തിലെ മരിച്ച 10 പേരെ നിലനിർത്തി ജീവിച്ചിരിക്കുന്ന 12 പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിൽ BLOയ്ക്കെതിരെ വ്യാപകമായ പരാതി
UDFന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാസർഗോഡ് വെസ്റ്റ് ലേരി പഞ്ചായത്തിലെ 59 നമ്പറിലെ ബൂത്തിലെ വോട്ടർമാരായിരുന്നു ഈ പട്ടികയിൽ നിന്ന് ഒഴിവായ ആളുകൾ. ഇവർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BLOയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നത്. കാസർഗോഡ് വെസ്റ്റ് ലേരി പഞ്ചായത്തിലെ 51 നമ്പർ ബൂത്തിലെ BLO സീന തോമസിനെയാണ് ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ BLO ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് BLOന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നതെന്നാണ് കളക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. പ്രജിൻ. ശരി, അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. പേരാവൂരിലും പയ്യന്നൂരിലും CPIM കള്ളവോട്ട് ചെയ്തുവെന്ന UDF പരാതി തള്ളി ജില്ലാ കളക്ടർ. വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ പ്രായമായ ആളുടെ വോട്ട് ചെയ്തത് വോട്ടറും മകളും നിർദ്ദേശിച്ച ആളാണ്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ജാർഖണ്ഡിലെ റാഞ്ചിയിൽ മഹാറാലി. അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും കസേരകൾ ഒഴിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാക്കൾ ഒത്തുകൂടിയത്. BJPക്കെതിരെ രൂക്ഷ വിമർശനം വേദിയിൽ ഉയരുകയും ചെയ്തു. അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക മാവോയിസത്തിന് വിത്ത് വിതക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം ഉയർത്തിയാണ് ഇന്ത്യ മുന്നണി റാഞ്ചിയിൽ റാലി സംഘടിപ്പിച്ചത്. ED അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും വേണ്ടി വേദിയിൽ കസേരകൾ ഒഴിച്ചിട്ടു. ഇരുവരുടെയും ഭാര്യമാരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ഉന്നയിച്ച് ഹേമന്ത് സോറൻ ജയിലിൽ നിന്ന് അയച്ച സന്ദേശം ഭാര്യ കൽപ്പന സോറൻ വായിച്ചു. खैर कोई बात नहीं, मुझे आज जेल में रहते हुए भी खुशी हो रही है कि जिस लोकतंत्र की रक्षा और हक अधिकार की लड़ाई को हम लड़ रहे हैं. ജയിലിൽ കെജ്രിവാളിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് സുനിത കെജ്രിവാൾ ആരോപിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 102 മണ്ഡലങ്ങളിൽ 80-ലധികം സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മോദി സർക്കാരിനെ സന്തോഷത്തോടെ മടക്കി അയക്കാൻ തയ്യാറെടുക്കൂ എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആഹ്വാനം ചെയ്തു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ റാലിയിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി എത്തിയില്ല. കേരളത്തിലായതിനാൽ റാലിയിൽ പങ്കെടുക്കാനാകില്ലെന്നറിയിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൽപ്പന സോറിന് കത്തയച്ചിരുന്നു. ജാർഖണ്ഡിലെ ഒരു സീറ്റിൽ CPIM സഖ്യമില്ലാതെയാണ് മത്സരിക്കുന്നത്. രാജസ്ഥാനിലെ പ്രചാരണ റാലികളിൽ നരേന്ദ്രമോദി കോൺഗ്രസിനെയും രാഹുലിനെയും കടന്നാക്രമിച്ചു. आज वो 300 सीट पे चुनाव नहीं लड़ पा रहे हैं. आज कांग्रेस की हालत ये है को उम्मीदवार नहीं मिल रहे हैं. इन्होंने अवसरवादी इंडी अलायंस बना लिया है. उसकी पतंग उड़ने से पहले ही कट गई है. പണ്ട് 400-ലേറെ സീറ്റ് നേടിയ കോൺഗ്രസിന് ഇന്ന് 300 സീറ്റിൽ മത്സരിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് നരേന്ദ്രമോദിയുടെ പരിഹാസം. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരം എന്നാണ് വിമർശനം. ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന പ്രിയങ്ക ഗാന്ധി റോബർട്ട് വദ്രയെ അറസ്റ്റ് ചെയ്യാത്തതിന് നരേന്ദ്രമോദിയോട് നന്ദി പറയണമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനെതിരെ കള്ളം പ്രചരിപ്പിക്കുന്നതിൽ മോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമെന്ന വിമർശനം. കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. കേരളത്തിൽ വന്ന് അഴിമതിക്കെതിരെ സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയോട് നന്ദി പറയണമെന്ന പിണറായി വിജയൻ. റോബർട്ട് വദ്ര നടത്തിയ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയാണ് പരിഹാസം. അവരുടെ ഭർത്താവ് ആരാണ്, ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട DLF എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറേ നാൾ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത്. അപ്പോൾ അറസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് നേരെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള നന്ദി അവരോട് പറയാണ് വേണ്ടത്. അതിന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയല്ല വേണ്ടത്. മോദിയെയും സംഘപരിവാറിനെയും നേരിട്ടെതിർക്കാതെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയെന്നും മുഖ്യമന്ത്രി. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്ത് നയിക്കാൻ പ്രാപ്തനാണ് എന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. സംസ്ഥാനത്ത് പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ BJPക്കും കോൺഗ്രസിനുമെതിരെയുള്ള വിമർശനം ഓരോ ദിവസവും കടുപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. 24 കാസർഗോഡ്.
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്കും മാതാവ് പ്രേമകുമാരിക്കും ഇടയിൽ ഇനി ദൂരം 400 കിലോമീറ്റർ. 12 വർഷത്തിന് ശേഷം മകളെ കാണാമെന്ന പ്രതീക്ഷയിൽ പ്രേമകുമാരി യമനിലെ ഏദനിലെത്തി. മോചനദ്രവ്യമെന്ന ഉപാധി ചർച്ചയിൽ ഇല്ല എന്നും മാപ്പപേക്ഷിക്കാൻ വേണ്ടിയാണ് യമനിലെത്തിയതെന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് മുംബൈയിൽ നിന്നുള്ള വിമാനത്തിലാണ് പ്രേമകുമാരിയും സാമുവൽ ജെറോമും യമനിലെ ഏദനിലെത്തിയത്. നിമിഷപ്രിയയെ പാർപ്പിച്ചിട്ടുള്ള ജയിൽ സ്ഥിതി ചെയ്യുന്ന സനയിലേക്ക് ഏദനിൽ നിന്ന് റോഡ് മാർഗം 400 കിലോമീറ്ററോളം ദൂരമുണ്ട്. 2 ദിവസത്തിനകം പ്രേമകുമാരിക്ക് നിമിഷപ്രിയയെ കാണാനാകുമെന്നാണ് പ്രതീക്ഷ. ഞാൻ ആരോടും സംസാരിച്ചില്ല, കാരണം എനിക്കിവിടെ ഭാഷ പ്രോബ്ലം ഉണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് പണം നൽകുന്ന കാര്യം ഇപ്പോൾ ചർച്ചയിലില്ലെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം വ്യക്തമാക്കി. മാപ്പപേക്ഷിക്കാനാണ് സന്ദർശനം. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി നേരിട്ട് ചർച്ചയില്ല. പ്രതിനിധികളും അഭിഭാഷകരുമാണ് കൂടിക്കാഴ്ചയ്ക്കുണ്ടാവുക. ഗോത്രത്തലവന്മാരുമായും കൂടിക്കാഴ്ച നടത്തും. സഹായത്തിന് മറ്റു മലയാളികളുണ്ടെന്നും സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. We are going to ask for forgiveness. We are still in a place called Aden and we have to reach Sana. So tomorrow evening from Aden we will be going to Sana. There is nothing that we will directly go and meet that family. People have to understand this. And there is nothing called blood money negotiation. 2012-ലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്കെത്തിയത്. യമൻ പൗരൻ തലാൽ അബ്ദു മെഹദി 2017-ൽ കൊല്ലപ്പെട്ട കേസിലാണ് വധശിക്ഷ. നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയത്. ന്യൂസ് ഡെസ്ക് 24. LDFന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചതിന് സുപ്രഭാതം പത്രം കത്തിച്ച വിവാദത്തിന് പിന്നാലെ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. ലീഗിനും സമസ്തയ്ക്കുമിടയിൽ ഭിന്നിപ്പുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം 24-നോട് പറഞ്ഞു. സമസ്ത വിലക്കിയ പരിപാടികളിൽ ലീഗ് നേതൃത്വം പങ്കെടുക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. സമസ്തയുമായുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിച്ചുവെന്ന മുസ്ലിം ലീഗ് വാദത്തെ തള്ളുന്നതാണ് സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. സംസ്ഥയ്ക്കെതിരായ പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നു. മുൻപ് ഇങ്ങനെയായിരുന്നില്ല. സത്യം പറയുന്നവരെ സഖാക്കളാക്കാൻ ശ്രമിക്കുകയാണ്. ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം. ഇപ്പോൾ ഇതര പ്രസ്ഥാനക്കാരുടെ മേഖലയിൽ അവരുടെ പ്രചരണ പരിപാടികൾ, സമ്മേളനങ്ങൾ, അതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും തിരിയുന്ന സമസ്തയുടെ തീരുമാനമാണ്. അങ്ങനെ പാലിച്ചു പോന്നിരുന്നു. ഈ പറഞ്ഞ തങ്ങന്മാരോ ഈ പറഞ്ഞ നേതാക്കളോ ഒന്നും എന്തായിരുന്നില്ല. സമസ്തക്കെതിരായ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ സംഘടനകളുടെ പരിപാടികളൊന്നും പങ്കെടുത്തിരുന്നില്ല. ഇതെല്ലാവർക്കും അറിയാം. ഇന്ന് അതിനൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എവിടെയും പോവാ, എന്തും ചെയ്യുക, എന്ത് സമസ്ത എന്നൊരു നിലപാട്. അതുപോലെ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വൈകിട്ട് എന്തൊക്കെയേ സമസ്തയെക്കുറിച്ച് പറയുന്നുണ്ട്. സുപ്രഭാതം പത്രത്തിൽ LDF അനുകൂല പരസ്യം വന്നതിൽ തെറ്റില്ല. ഇന്നലെ ഇപ്പോൾ സുപ്രഭാതം കത്തിച്ചു. എന്താ അതിൻ്റെ കാര്യം? സുപ്രഭാതം കത്തിക്കേണ്ട കാര്യം എന്താ? LDFൻ്റെ പരസ്യം കൊടുക്കുന്നുള്ളതാണ്. LDFും UDF രണ്ട് സംവിധാനമാണ്. അതിൻ്റെ പരസ്യം കൊടുക്കുന്നതിന് എന്താ തിരക്കേട്? ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി നടത്തിയ ആരോപണം ഗുരുതരമെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. CIC വിഷയത്തിലുൾപ്പെടെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ അതെല്ലാം പരിഹരിച്ചുവെന്നായിരുന്നു ലീഗ് വാദം. തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ വോട്ട് ബാങ്കായ സമസ്തയുടെ നേതാവിൽ നിന്ന് വരുന്ന വിമർശനം ലീഗ് നേതൃത്വത്തിന് തലവേദനയാകും. 24 കോഴിക്കോട്. മുസ്ലിം ലീഗിനെതിരായ വിമർശനങ്ങളിൽ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിന് ഇപ്പോൾ മറുപടി പറയാനില്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതല്ല, രാജ്യം ഫാസിസത്തിന് എതിരായ പോരാട്ടത്തിൽ ആണെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഈ സമയത്ത് അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം നമുക്കില്ല. ഇപ്പോൾ നമ്മൾ ഫാസിസത്തിനെതിരെ ഈ രാജ്യം നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും, അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നാം. അതിനിടയ്ക്ക് ഇത്തരം ചർച്ചകൾക്കൊന്നും അത് ശരിയല്ല. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ വീണ്ടും കേസ്. യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെയാണ് നടപടി. തനിക്കെതിരെ നടക്കുന്നത് അധാർമിക സൈബർ ആക്രമണമെന്ന് KK ശൈലജ ഇന്നും ആവർത്തിച്ചു. ശൈലജയെ വിമർശിച്ച് MM ഹസൻ രംഗത്തെത്തി. CPIM ബ്രാഞ്ച് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷെഫീഖിനെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തത്. ഫേസ്ബുക്കിലൂടെ അശ്ലീല കമന്റിട്ട് അപകീർത്തിപ്പെടുത്തിയെന്നാണ് പരാതി.
തെരഞ്ഞെടുപ്പ് ജയത്തിനായി തനിക്ക് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ലെന്ന് കെ ശൈലജ. ഞാൻ എനിക്കെതിരെ ഇത്രയും വൃത്തിയായിട്ടൊരു ആരോപണം സൃഷ്ടിക്കുക, എനിക്ക് ഇലക്ഷനിൽ ജയിക്കാനും സൃഷ്ടിക്കൊന്നും വേണ്ട കേട്ടോ. എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്ന ജനങ്ങൾ പാർലമെന്റിലും അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ ഞാൻ അവിടെ വേണമെന്ന് ആഗ്രഹിച്ചാൽ എന്നെ ജയിപ്പിക്കും. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന കെ ശൈലജയുടെ പ്രസ്താവന നിലപാട് മാറ്റമെന്ന് UDF കൺവീനർ MM ഹസൻ. ഇന്നലെ ശൈലജ ടീച്ചർ തന്നെ തിരുത്തി. അശ്ലീല വീഡിയോ, ഇല്ലാത്ത അശ്ലീല വീഡിയോയെ കുറിച്ചാണ് അവർ പറഞ്ഞതെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞു. വാസ്തവത്തിൽ അതിന്റെ പേരിൽ എന്തായിരുന്നു ഈ മറ്റേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സൈബർ സഖാക്കൾ നടത്തിയ പ്രചരണം? മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയതിലും പോലീസ് കേസെടുത്തു. UDFന്റെ പരാതിയിൽ കൊയിലാണ്ടി പോലീസിന്റേതാണ് നടപടി. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 4 നാൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായിലാക്കുകയാണ് മുന്നണികൾ. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതാക്കൾ LDFനെ ലക്ഷ്യം വെക്കുന്നതായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്വരത്തിൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ആരോപണത്തെ P ചിദംബരം പിന്തുണച്ചില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവധി ദിവസമായ ഇന്ന് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലാണ് മുന്നണികൾ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ഇതോടൊപ്പം പ്രചാരണ യോഗങ്ങളും റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നതാണോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നതാണോ കോൺഗ്രസിന്റെ പ്രഥമ ലക്ഷ്യമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. which stated objective is to save India today, save our constitution, save democracy. That UDF parties, when they come to Kerala, the principal target is the LDF and the Chief Minister and the CPIM and not the BJP. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2014 മുതൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഹാജരായി. വിദേശത്തൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹാജരായി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ പാർലമെന്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു. പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് പരാമർശമില്ലെന്ന ആരോപണം തെറ്റെന്ന് കോൺഗ്രസ് നേതാവ് P ചിദംബരം. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ആരോപണത്തെ ചിദംബരം പിന്തുണച്ചില്ല. The CAA will be repealed, not amended, will be repealed. We have made it clear. NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ കൊല്ലത്തെത്തി. 24 തിരുവനന്തപുരം. ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത വരുന്നു. FA കപ്പ് ഫൈനലിൽ ഒരു മാഞ്ചസ്റ്റർ ഡെർബി വീണ്ടും നടക്കാൻ പോകുന്നു. കഴിഞ്ഞ വർഷം ഇതേ ടീമുകൾ മാറ്റുരയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കവൻട്രി സിറ്റിയെ തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈനലിൽ യോഗ്യത നേടിയിരിക്കുന്നു. അങ്ങനെ സിറ്റി ആയിരിക്കും ഇത്തവണയും യുണൈറ്റഡ് നേരിടുക. FA കപ്പ് ഫൈനലിൽ മെയ് 25-നാണ് ആ ഫൈനൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് മറ്റൊരു നല്ല മത്സരം കൂടി കാണാൻ സാധിക്കുമെന്നതാണ് പ്രതീക്ഷ. മറ്റൊന്ന് IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. പഞ്ചാബ് കിങ്സിനെ 3 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. 143 റൺസ് വിജയലക്ഷ്യം. 5 പന്ത് ബാക്കി നിൽക്കുകയാണ് ടീം മറികടന്നിരിക്കുന്നത്. 2 വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് സ്പോർട്സ് അപ്ഡേറ്റ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി മുഹമ്മദ് ഇർഷാദ് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. ഇയാൾ മുൻപും കേരളത്തിൽ മോഷണം നടത്തിയെന്നാണ് വിവരം. പ്രതിയെ നാളെ കേരളത്തിൽ എത്തിക്കും. സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി കവർച്ച നടത്തിയ പ്രതിയെ കർണാടകയിൽ നിന്നാണ് പിടികൂടിയത്. മുംബൈ സ്വദേശിയായ മുഹമ്മദ് ഇർഷാദ് സ്ഥിരം കുറ്റവാളി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേരളത്തിൽ ഇയാൾ മുൻപും മോഷണം നടത്തിയിട്ടുണ്ട്. കവടിയാറിൽ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ ഗോവയിൽ അറസ്റ്റിലായ മുഹമ്മദ് ഇർഷാദ് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. ജോഷിയുടെ വീടിന്റെ പിൻഭാഗത്തെ ജനൽ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന പ്രതി വജ്രാഭരണങ്ങളും സ്വർണവുമാണ് കവർന്നത്. കൊച്ചിയിലെത്തിച്ച ശേഷം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. കവർച്ചയ്ക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. 24 കൊച്ചി. കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃത മരം മുറിക്കൽ. സർവേയിൽ അടയാളപ്പെടുത്തിയ മരങ്ങൾക്ക് പുറമെ കൂടുതൽ മരങ്ങൾ മുറിച്ചു എന്നാണ് പരാതി. ഫ്ലൈയിങ് സ്ക്വാഡ് DFOയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം തുടങ്ങി. ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാനക്കലിയിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞതോടെയാണ്
ആനമതിൽ പദ്ധതി നടപ്പാക്കുന്നത്. ആറളം വന്യജീവി സങ്കേതവും പുനരധിവാസ മേഖലയും വേർതിരിക്കുന്ന ആനപ്രതിരോധ മതിൽ നിർമ്മാണത്തിന്റെ മറവിലാണ് അനധികൃത മരംമുറി. വളയഞ്ചാൽ മുതൽ പരിപ്പുതോട് വരെ 10.5 കിലോമീറ്റർ ദൂരത്തിലാണ് ആനമതിൽ നിർമ്മാണം. ഇതിൽ ആദ്യ റീച്ചിലെ 2.5 കിലോമീറ്ററിലെ മരംമുറിയാണ് വിവാദത്തിലായത്. വന്യജീവി സങ്കേതത്തിനകത്തെ മരങ്ങളും സർവേ ലിസ്റ്റ് മറികടന്ന് അനധികൃതമായി മുറിച്ചു. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO അജിത് കെ രാമന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തി. സുഗന്ധഗിരി മരംമുറി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ ലഭിച്ച പരാതിയിൽ പൊടുന്നനെ അന്വേഷണത്തിലേക്ക് കടന്നതെന്നാണ് സൂചന. മുറിച്ച മരങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയത് സമീപ ദിവസങ്ങളിൽ. സംഭവത്തിൽ നരിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ആനമതിൽ നിർമ്മിക്കുന്ന ഭാഗത്തെ അതിർത്തി നിർണയിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DFO കോഴിക്കോട് മിനി സർവേ വിഭാഗത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. 24 കണ്ണൂർ. പൊന്മുടി മരം മുറിക്കലിൽ കൃത്യമായ കണക്കില്ലാതെ വനം വകുപ്പ്. വനത്തിനുള്ളിൽ നിന്ന് കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റിയത് പോലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വനവകുപ്പിന്റെ മൂക്കിന്റെ കീഴിൽ നടന്ന നിയമലംഘനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംശയങ്ങൾ നിരവധിയാണ്. 24 എക്സ്ക്ലൂസീവ്. പൊന്മുടിയിലാണ്. പൊന്മുടി മരമുറിയുടെ കഥകൾ അവസാനിക്കുന്നില്ല. അതിൻ്റെ ചുരുളഴിയണമെങ്കിൽ കാട് കയറണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഹിൽ സ്റ്റേഷന് മുൻപിൽ പോലും വനനിയമങ്ങളുടെ ലംഘനങ്ങൾ കാണാം. പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ വനത്തിലൂടെ നടക്കണം. ട്രക്കിംഗ് പാതയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ മുറിച്ചുമാറ്റിയ മരങ്ങൾ അവിടെയും കാണാം. രാത്രി 7 മണി മുതൽ രാവിലെ 8 മണി വരെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല. ഇതുൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടായിരുന്നു മരം മുറിച്ചത്. ഇതാണ് അശോക മരം കേട്ടോ. ഇത് അപ്പുറത്ത് മുറിച്ചിട്ടുണ്ട്. ഇതേപോലെ അപ്പുറത്ത് മുറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊന്മുടിയിലെ മരമുറി എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇത് കാടിനകത്താണ്, വനത്തിനകത്താണ്. റോഡരികിലുള്ള ചെറുമരങ്ങൾ മാത്രമല്ല, കാടിനകത്തേക്ക് കയറി ഇതുപോലെയുള്ള സംരക്ഷിക്കപ്പെടേണ്ട മരങ്ങൾക്ക് കോടാലി വയ്ക്കുന്ന സാഹചര്യം പൊന്മുടിയിലുണ്ടായി. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് മരമുറി കഥകൾ. തിരഞ്ഞെടുപ്പ് മറയാക്കി നടന്ന മരമുറിയിൽ 260 മരങ്ങൾ മാത്രമാണോ? അല്ല എന്നുറപ്പ്. പിന്നെയും മരങ്ങൾ മുറിച്ചു. എന്നാൽ ഇതൊന്നും വനം വകുപ്പിന്റെ കണക്കുകളിൽ ഇല്ല. വനാതിർത്തി ലംഘിച്ചതോ വനത്തിൽ അതിക്രമിച്ച് കയറിയതോ അല്ല. പക്ഷേ നമ്മുടെ കാട്, നമ്മുടെ കാടിനുള്ളിലെ സമ്പത്ത്, അത് ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പുറത്തു കൊണ്ടുവരണം. മനഃപൂർവ്വമല്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പലപ്പോഴും വസ്തുതയാണ്. 22 ഹെയർ പിന്നുകളും താണ്ടി മരങ്ങൾ പൊന്മുടി താഴ്വര കടന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, മറ്റു ചില സംശയങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുണ്ട്. പൊന്മുടി എക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വനത്തിനുള്ളിൽ നിന്ന് ചെറിയ അളവിൽ മുളയടക്കം മുറിച്ച് ഉപയോഗിക്കാൻ വനം വകുപ്പ് അനുമതി നൽകാറുണ്ട്. അത് സൂക്ഷിക്കാനടക്കം ഒരുക്കിയിരിക്കുന്ന ഒരു താൽക്കാലിക സ്ഥലമാണിത്. ഇവിടെ അല്ലെങ്കിൽ ഇത് മറയാക്കിക്കൊണ്ട് വനം വകുപ്പിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടുകൂടി അനധികൃതമായി കാട്ടിൽ കയറി മരം മുറിച്ച് ആ മരങ്ങൾ ചെറിയ പീസുകളാക്കി ഇവിടെ നിന്ന് കടത്താനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വനം വകുപ്പ് ജീവനക്കാർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട്. മുളയും ഈറയും മുറിക്കാം, പക്ഷേ പൊന്മുടി ഇക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു, വേലി കെട്ടി, അതിൻ്റെ മറവിലും കടത്ത് നടന്നുവെന്ന് ആക്ഷേപമുണ്ട്. 24 പുറത്തുവിട്ട പൊന്മുടി മരമുറി വിഭാഗത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് വനത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. വനമാര് കൊള്ളയടിക്കുന്നു, എത്ര നാളായി അത് തുടരുന്നു, അത് കണ്ടെത്താൻ സർക്കാർ ഗൗരവമായി ഇടപെടൽ നടത്തണം. ക്യാമറാമാൻ അരുണ സാറിനും സതീഷിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഇനി നോക്കാൻ ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾ ചുരുക്കത്തിൽ. ആന്ധ്രാപ്രദേശിൽ BJP TDP ജനസേന സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തന്റെ പിന്തുണ NDAയ്ക്കായിരിക്കുമെന്നും ചിരഞ്ജീവി വീഡിയോ സന്ദേശത്തിൽ. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ വീണ്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘന പരാതിയുമായി UDF. കുടുംബശ്രീ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന് പരാതി. നാളെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി നടത്താനിരുന്ന പ്രചാരണ പരിപാടികൾ മാറ്റിവെച്ചു. പനി മൂലമാണ് രാഹുൽ ഗാന്ധി നാളത്തെ പരിപാടികളിൽ പങ്കെടുക്കാത്തത്. പുതുതായി 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിലെ 9 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ജാർഖണ്ഡിൽ ഗോഡ സീറ്റിൽ നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി.
പ്രചാരണത്തിനിടെ കണ്ണിന് പരിക്കേറ്റതിന് പിന്നിൽ ബോധപൂർവമായ ആക്രമണമെന്ന് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാർ. ആക്രമിക്കാൻ മനഃപൂർവ്വം തിക്കും തിരക്കും ഉണ്ടാക്കിയെന്നാണ് ആരോപണം. ഇന്നലെ നടന്ന സ്വീകരണ പരിപാടിക്കിടെയാണ് കൃഷ്ണകുമാറിന് കണ്ണിന് പരുക്കേറ്റത്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് തുടങ്ങി. ടൂറിസം മേഖലയ്ക്ക് പുതിയ സർവീസ് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. 2 റൂട്ടുകളും 9 ബോട്ടുകളുമായി ആരംഭിച്ച വാട്ടർ മെട്രോ ഇപ്പോൾ 5 റൂട്ടുകളിലാണ് സർവീസ് നടത്തുന്നത്. കൊച്ചി വാട്ടർ മെട്രോയുടെ 10ാമത് ടെർമിനലാണ് ഫോർട്ട് കൊച്ചിയിൽ തുറന്നത്. ഹൈക്കോടതി ടെർമിനലിൽ നിന്ന് രാവിലെ 10 മണിക്ക് സർവീസ് ആരംഭിച്ചു. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ആദ്യ സർവീസിൽ സന്തോഷ് ജോർജ് കുളങ്ങരയും ഭാഗമായി. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകുമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. നമുക്കറിയാം, മറൈൻ ഡ്രൈവ് കാണാൻ വരുന്ന ധാരാളം സ്വദേശികളുണ്ട്, പിന്നെ വിദേശികളുണ്ട്. ഇവർക്കൊക്കെ കായലിലൂടെ സ്വച്ഛമായ വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ഉള്ള ഒരു ബോട്ടിൽ, അതും ഇലക്ട്രിക് ബോട്ടാണ്, വേറെ ശബ്ദങ്ങളില്ല, ബഹളങ്ങളില്ല, പൊല്യൂഷൻ ഇല്ല, അങ്ങനെ കൊച്ചിയുടെ ഹൃദയത്തിലൂടെ, കായൽ ഹൃദയത്തിലൂടെ യാത്ര ചെയ്ത് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിന്റെ ഹബിലേക്ക് എത്തുക, അതൊരു വലിയ നേട്ടമല്ലേ. ചീനവലകളും കൊച്ചിയുടെ കായൽ സൗന്ദര്യവും ആസ്വദിച്ച് വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്യാൻ 40 രൂപയാണ് നിരക്ക്. അരമണിക്കൂർ ഇടവിട്ട് സർവീസ് ഉണ്ടാകും. 2 റൂട്ടുകളും 9 ബോട്ടുകളുമായി ആരംഭിച്ച വാട്ടർ മെട്രോ ഇപ്പോൾ 5 റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. 14 ബോട്ടുകളും സ്വന്തമായുണ്ട്. ഇന്ത്യൻ ഗതാഗത സംസ്കാരത്തിന് കൊച്ചിയുടെ സംഭാവന, അതാണ് കൊച്ചി വാട്ടർ മെട്രോ. ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പ് കൂടിയാണ് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഈ സർവീസ്. റിജോക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിൽ കൂടുതൽ പഞ്ചായത്തുകൾ ഭീതിയിൽ. മുട്ടാർ, അമ്പലപ്പുഴ, വടക്ക് പഞ്ചായത്തുകളിൽ താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ സാമ്പിൾ ശേഖരിച്ച് ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചു. പക്ഷിപ്പനിയെ തുടർന്ന് കേരള അതിർത്തികളിൽ തമിഴ്നാട് പരിശോധന ശക്തമാക്കി. ആലപ്പുഴ ജില്ലയിൽ എടത്വ, ചെറുതന പഞ്ചായത്തുകളിലാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചത്. ഇവിടങ്ങളിലായി 17,480 താറാവുകളെ കൊന്നു മറവ് ചെയ്തു. മുട്ടാറും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലും താറാവുകൾ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ അതിസുരക്ഷാ പക്ഷി രോഗനിർണയ ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം ലഭിച്ചേക്കും. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ പനി സർവേ നടത്തുകയും പനിയുള്ളവരിലെ തൊണ്ടയിലെ സ്രവം പരിശോധിച്ച് പക്ഷിപ്പനി അല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. കേരളത്തിൽ നിന്നുള്ള കോഴി, കോഴിവളം, കോഴിമുട്ട, കോഴിക്കുഞ്ഞുങ്ങൾ, താറാവ് മുട്ട, താറാവ് എന്നിവ വരുന്ന വാഹനങ്ങൾ തമിഴ്നാട് തിരിച്ചയക്കും. വാളയാർ ഉൾപ്പെടെ 12 ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംഘത്തെയും നിയോഗിച്ചു. 24 ആലപ്പുഴ. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഇടുക്കി നെടുങ്കണ്ടത്ത് ജപ്തി നടപടികൾക്കിടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിച്ച വീട്ടമ്മയുടെ മൃതദേഹവുമായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം. മരിച്ച ഷീബയുടെ കുടുംബത്തിന് ബാങ്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഡൽഹി ഗാസിപൂരിൽ മാലിന്യ സംഭരണശാലയിൽ വൻ തീപിടുത്തം. 9 അഗ്നിശമന സേനാ യൂണിറ്റുകളെത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. കഴക്കൂട്ടത്ത് ബാറിലെ കത്തിക്കുത്തിൽ 1-ാം പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. നേരത്തെ കൊലക്കേസിൽ പ്രതിയായ ശ്രീകുട്ടൻ എന്ന അഭിജിത്താണ് ബാറിൽ യുവാക്കളെ കുത്തിയത്. വയനാട് കൽപ്പറ്റയിൽ വീട്ടിലേക്ക് കാട്ടുപന്നി ഓടിക്കയറി. തോട്ടം മേഖലയായ പെരുന്തട്ടയിൽ നിന്നാണ് സംഭവം. 3 പേർക്ക് നിസ്സാര പരുക്ക്. വയനാട് മീനങ്ങാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു. മൈലമ്പാടി സ്വദേശി ഹനീഫയുടെ വീടാണ് തകർന്നത്. വീട് മേഞ്ഞിരുന്ന ഷീറ്റ് 200 മീറ്ററോളം പറന്നുപോയി. ഈ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. തൃശൂർ പൂരത്തിന് ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്കെത്തുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. വരും കാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുമെന്നും VS സുനിൽകുമാർ. കോഴിക്കോട് വെള്ളയിൽ കാർ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം. നാട്ടുകാരും 5 ഫയർഫോഴ്സ് യൂണിറ്റും ചേർന്ന് 1 മണിക്കൂറേറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റ് കൃത്യസമയത്ത് എത്തിയില്ല എന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. കാർ വർക്ക്ഷോപ്പ് യൂണിറ്റിലെ പെയിന്റിംഗ് ബൂത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തിയത്. പരിഭ്രാന്തിയിലായ പ്രദേശവാസികൾ വീട്ടിലുണ്ടായിരുന്ന രോഗികളെ ഉൾപ്പെടെ മാറ്റി.
അപ്പോൾ ഇത് തീ പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടുത്തുനിന്നുള്ള ആളുകളും കുറച്ച് കുട്ടികളും എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ 2 വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് അവരെ സുരക്ഷിതമായിട്ടാക്കട്ടെ എന്ന് പറഞ്ഞത് ഞാനും എൻ്റെ സുഹൃത്ത് കുട്ടികളും എല്ലാം കൂടി ഷെയറിൽ കൊണ്ടുപോയിട്ട് 6 വീടിൻ്റെ അപ്പുറം കൊണ്ടുപോയി 2. ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകിയത് രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കി. വന്ന് നോക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പാർട്ടിന്റെ ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ വരുന്നത് എത്ര മണിക്കാന്ന് വെച്ചാൽ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഫയർഫോഴ്സ് വരുന്നത്. ഈ ചൂട് കത്തി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് മൊത്തം ചെറിയ ചെറിയ വീടുകളാണ്. എന്താവും ഈ ഇപ്പൊ വരുന്ന വന്നാലും തീരൂല. എന്നാൽ സ്വാഭാവിക കാലതാമസമെന്ന വിശദീകരണമാണ് ഫയർഫോഴ്സ് നൽകിയത്. കോള് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ബീച്ച് സ്റ്റേഷനിൽ ഒരു കോള് പോയിരിക്കുന്നു. പാവങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അവിടെ അടിക്കാട് കത്തി ഹോമിയോ ഹോസ്പിറ്റലിൽ അവിടെ അടിക്കാട് കത്തിയ ഒരു കോളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആകെ ഒരു യൂണിറ്റുള്ളൂ ബീച്ചിൽ. ആ യൂണിറ്റ് അങ്ങോട്ട് പോയിരിക്കുന്നത്. തുടർന്ന് കോള് കിട്ടിയതിന് ശേഷം മീൻചന്ത വിളിച്ച് അറിയിച്ച് മീൻചന്തയെന്നും അതുപോലെ വെള്ളിമാടുന്നും വരാനുള്ള ഡിലേ ഉണ്ട്. മറ്റൊരു തീപിടുത്ത സ്ഥലത്ത് പോയതിനാൽ ദൂരസ്ഥലത്ത് നിന്നുള്ള യൂണിറ്റാണ് എത്തിയതെന്നും ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. 24 കോഴിക്കോട്. നോക്കാം ചില കായിക വാർത്തകൾ ചുരുക്കത്തിൽ. FA കപ്പ് ഫുട്ബോൾ ഫൈനലിൽ മാഞ്ചസ്റ്റർ ഡെർബി കവൻട്രി സിറ്റിയെ തകർത്ത് യുണൈറ്റഡ് ഫൈനലിൽ. IPL ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. പഞ്ചാബ് കിങ്സിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി 143 റൺസ് വിജയലക്ഷ്യം മറികടന്നത് 5 പന്ത് ബാക്കി നിൽക്കെ. IPL തുടർത്തോൽവികളിൽ നാണം കെട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ജയം 1 റണ്ണിന്. ആന്ദ്രെ റസൽ കളിയിലെ താരം. സ്പാനിഷ് ലീഗിൽ ഇന്ന് എൽ ക്ലാസിക്കോ പോര്. റയൽ മാഡ്രിഡ് ബാഴ്സലോണയെ നേരിടും. മത്സരം പുലർച്ചെ 12:30 റയലിന്റെ തട്ടകത്തിൽ. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.